2025 നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട്, നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റിയെടുക്കാനായിട്ട്, നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റിയെടുക്കാനായിട്ട് നമ്മൾ എങ്ങനെയാണ് ക്ഷേത്ര ദർശനം നടത്തേണ്ടത്, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ക്ഷേത്ര ദർശനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും ഉണർവ് നൽകുക എന്നാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജം നിറഞ്ഞു നിൽക്കുന്നത് രാവിലെയാണ്. വെളുപ്പിനെ എഴുന്നേറ്റ് ബ്രഹ്മമുഹൂർത്ത വിളക്ക് തെളിയിക്കാനും നാമം ജപിക്കാനും ആ സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറയുന്നത് ആ സമയത്ത് ധാരാളം പോസിറ്റീവ് എനർജി ഈ ഭൂമിയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഇന്നത്തെ തലമുറയിലെ പല കുട്ടികൾക്കും അത് അറിയില്ല. കാരണം രാത്രിയിൽ ഞാൻ എത്ര നേരം വേണേലും ഉണർന്നിരുന്നോളാം അമ്മ, പക്ഷെ രാവിലെ എന്നെ വിളിക്കരുത്, രാവിലെ എനിക്ക് എഴുന്നേക്കാൻ വയ്യ എന്ന് പറയുന്ന കുട്ടികളാണ് ഇന്ന് കൂടുതലും ഉള്ളത്. രാവിലെ ബ്രഹ്മമുഹൂർത്ത വിളക്കൊക്കെ തെളിയിക്കുന്ന വീടുകളിൽ പോലും കുട്ടികളൊന്നും എഴുന്നേൽക്കുകയോ അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന നാമജപം ഒന്നും നടത്തുകയോ ഒന്നും ചെയ്യാത്ത വീടുകളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളോട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തീരെ പൊടി കുഞ്ഞുങ്ങളല്ല, കുറച്ചുകൂടി അറിവൊക്കെ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്കും അത് ചെയ്ത് ശീലിക്കാവുന്നതാണ്. കാരണം എന്ന് പറയുന്നത് വെളുപ്പിനെ കിട്ടുന്ന ആ ഒരു ഊർജം അവരുടെ വിദ്യാഭ്യാസത്തെ അവരുടെ ബുദ്ധിയൊക്കെ ഉണർത്താൻ വേണ്ടിയിട്ട് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ അത് നമ്മൾ അതുകൊണ്ട് തന്നെ അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെളുപ്പിനെ ക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറയാം. പ്രധാനമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞതുപോലെ പോസിറ്റീവ് എനർജി ധാരാളം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഈ ഒരു പ്രഭാതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ വീട്ടിലെ നിലവിളക്ക് കഴിയലും നാമം ജപവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെയും ധാരാളം പോസിറ്റീവ് എനർജി ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും. നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ നടന്നാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നമ്മുടെ ശരീരം ഇങ്ങനെ ഒരു എനർജി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ പോലും അതിലൊക്കെ നന്നായിട്ട് കുറവ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കും. പ്രഭാതത്തിലെ ആ ഒരു ഊർജം നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് മുഖാന്തരം. ഇനി ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലിനൊക്കെ ഒരു 7 പ്രാവശ്യമൊക്കെ പ്രദക്ഷിണം വെക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് നമ്മുടെ മനസ്സിന് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും വളരെ ശ്രേഷ്ഠത നൽകുന്നുണ്ട്. ക്ഷേത്രത്തിനകത്ത് കയറിയതിന് ശേഷം നമ്മൾ ഏത് ഭഗവാന്റെ ദർശനം നേടാനാണ് പോകുന്നതെങ്കിലും ആ ഒരു ഭഗവാന്റെ ആ ഒരു മൂലമന്ത്രമൊക്കെ ജപിച്ചുകൊണ്ട് കൈകളൊക്കെ കൂപ്പി നമ്മൾ ആ ഒരു പ്രദക്ഷിണം നടത്തുകയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമായിട്ട് കരുതപ്പെടുന്നു. അപ്പോൾ നമ്മൾ ചിലപ്പോൾ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ മഹാദേവന്റെ ക്ഷേത്രത്തിലായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ദേവി ക്ഷേത്രത്തിലായിരിക്കും പോകുന്നത്. അപ്പം എവിടെയാണോ പോകുന്നത് അവിടെയുള്ള ആ ഒരു ഭഗവാന്റെ മൂലമന്ത്രം ജപിക്കുക എന്നുള്ളതാണ് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യം. അതിനുശേഷം നമുക്ക് ഗണപതി ഭഗവാന് ഏത്തമൊക്കെ ഇട്ട് അങ്ങനെ വളരെ മനസ്സ് ശാന്തമാക്കി നമ്മൾ ആ ഒരു പ്രദക്ഷിണം നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ മനസ്സിൽ ദേഷ്യമോ അല്ലെങ്കിൽ അരിശവോ അല്ലെങ്കിൽ അസൂയയോ കുശുമ്പോ ഒന്നും പാടില്ല. മനസ്സ് ബ്ലാങ്ക് ആയിട്ട് വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താനായിട്ട്. അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ കാണാൻ ചെല്ലുന്ന ആ ഒരു ഭഗവാന്റെ ചൈതന്യം മാത്രമേ ഉള്ളൂ. അത് മാത്രമേ നമ്മൾ സമയത്ത് ചിന്തിക്കാൻ പാടുള്ളൂ. അപ്പൊ രാവിലെയാണ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ശുദ്ധിയോട് കൂടിയാണ് പോകുന്നത്. കാരണം വെച്ചാൽ നമ്മൾ ഉറക്കമുണർന്ന് നമ്മൾ ആ നേരം മുതൽ നമ്മൾ ഭഗവാന്റെ ചിന്ത മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. നമ്മുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും ഒക്കെ അത് മാത്രമേ ഉള്ളൂ. അതിനു മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ല, അതേപോലെ തന്നെ നമ്മൾ മറ്റു ആളുകളോടൊന്നും ഇടപഴകുന്നില്ല, നമ്മൾ മറ്റു കാര്യങ്ങളൊന്നും അന്നത്തെ ദിവസം സംസാരിക്കുന്നില്ല. നമ്മൾ ഉറങ്ങി എഴുന്നേറ്റിട്ട് ആ സമയം മുതൽ നമ്മൾ ആ ഭഗവാന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര ശ്രേഷ്ഠത നൽകുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് നമ്മൾ രാവിലെ ക്ഷേത്ര ദർശനം നടത്തുന്നത് കുറച്ചും കൂടെ ശ്രേഷ്ഠമാണ് എന്ന് പറയപ്പെടുന്നത്. ഇത് നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പാടില്ലാത്ത ആളുകൾ ആ സമയത്ത് ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല. നമ്മൾ ക്ഷേത്രത്തിലെ നിയമങ്ങൾ അനുസരിക്കുക തന്നെ വേണം. നമുക്ക് ആർത്തവമുള്ള സമയത്ത് 7 ദിവസം അല്ലെങ്കിൽ 9 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിൽ കയറാൻ പാടുള്ളൂ. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ 9 ദിവസത്തിന് ശേഷം നമ്മൾ ആ ഒരു ക്ഷേത്രത്തിൽ കയറുന്നതാണ് ശ്രേഷ്ഠം. അല്ല പെട്ടെന്ന് ശരീരശുദ്ധിയാകും എന്നൊക്കെയുള്ള ആളുകൾക്ക് 7 ദിവസം കഴിഞ്ഞാലും ക്ഷേത്ര ദർശനം നടത്താവുന്നതാണ്. ഇനി അതേപോലെ തന്നെ പൂലയൊക്കെയുള്ള ആളുകളാണ് എങ്കിൽ 14 ദിവസത്തിന് ശേഷം മാത്രമാണ് ക്ഷേത്ര ദർശനം പാടുള്ളൂ.
ഇനി നമ്മൾ പ്രസവിച്ച സ്ത്രീകളൊക്കെ ആണെങ്കിൽ കുഞ്ഞിന് ചോറ് കൊടുത്തതിന് ശേഷമാണ് അമ്മയും കുഞ്ഞും ക്ഷേത്ര ദർശനം നടത്താൻ പാടുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തി മൂലമന്ത്രമൊക്കെ ഉരുവിട്ട് നാമജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടെ നടത്തേണ്ട പ്രധാന വഴിപാടാണ് ഭാഗ്യസൂക്താർച്ചന നടത്തുക എന്നുള്ളത്. അപ്പൊ ഈ ഭാഗ്യസൂക്താർച്ചന നടത്തുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട്, നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ നമ്മുടെ കുടുംബത്ത് ഐശ്വര്യം കൊണ്ടുവരാനായിട്ട് ഒക്കെയാണ്. അപ്പോൾ ഇത് നമ്മൾ നടത്തേണ്ടത് നമ്മുടെ പക്കപ്പിറന്നാൾ ദിവസം നമ്മൾ ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഏതെങ്കിലും വിശേഷപ്പെട്ട നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങളൊക്കെ വന്നു ചേരുകയാണെങ്കിൽ അന്നത്തെ ദിവസവും നമുക്ക് ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ പരീക്ഷയ്ക്കൊക്കെ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടൊരു ജോലിയിൽ പ്രവേശിക്കുന്ന സമയത്ത്, നമ്മളൊരു മറ്റെന്ത് ഒരു വാഹനം വാങ്ങിക്കുന്ന സമയത്തൊക്കെ നമുക്ക് നമ്മളിലേക്ക് ഭാഗ്യം എത്തപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ ഇതെല്ലാ സമയങ്ങളിലും ഒന്നും നടത്തണ്ട കേട്ടോ. പക്കപ്പിറന്നാളിനോ ഞാൻ പറഞ്ഞ പോലെ പ്രധാന ദിവസങ്ങളിലൊക്കെ നടത്തിയാൽ മതി. അതേപോലെ തന്നെ നമ്മുടെ പക്കപ്പിറന്നാളിനൊക്കെ അതുപോലെ തന്നെ പിറന്നാൾ ദിവസമൊക്കെ നമുക്ക് ശിവക്ഷേത്രത്തിലാണ് എങ്കിൽ ധാര വഴിപാടായിട്ട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പൊ നമ്മൾ ധാര വഴിപാട് നടത്തി നമ്മൾ അതിൻ്റെ ആ പ്രസാദമൊക്കെ നമ്മൾ അന്നത്തെ ദിവസം കഴിച്ച് ശിവഭഗവാന്റെ ക്ഷേത്രത്തിൽ മൂലമന്ത്രമൊക്കെ പ്രാർത്ഥിച്ച് പഞ്ചാക്ഷരി മന്ത്രമൊക്കെ ജപിച്ച് അങ്ങനെ നിൽക്കുന്നത് വളരെ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. നമ്മളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ആരോഗ്യ സൗഖ്യം നമ്മൾക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സും ആരോഗ്യമുള്ള ശരീരവും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ആരോഗ്യം നമ്മളിലേക്ക് എത്തപ്പെടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാനാണ് മഹാദേവൻ. ആ മഹാദേവന്റെ അടുത്ത് പിറന്നാൾ ദിവസവും പക്കപ്പിറന്നാൾ ദിവസവും ഒക്കെ ഈ ഒരു ധാര നടത്തുന്നത് ശ്രേഷ്ഠമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മുഖാന്തരം 2025 തീർച്ചയായിട്ടും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനായിട്ട് നമ്മൾക്ക് പറ്റും. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ മനസ്സ് അതിനു വേണ്ടിയിട്ട് തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഒരു വീട് വെക്കാനാണ് ആഗ്രഹം, അതല്ലേ നമുക്കൊരു വാഹനം മേടിക്കാനാണ് ആഗ്രഹം, നമുക്ക് സ്ഥലം വാങ്ങിക്കാനാണ് ആഗ്രഹം, എന്താഗ്രഹവും ആയിക്കോട്ടെ അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ക്ഷേത്ര ദർശനം നടത്തുകയും അതേപോലെ ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാൾ വരുന്ന ദിവസങ്ങളിലൊക്കെ ഇങ്ങനെയുള്ള അർച്ചനകൾ നടത്തുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2025 എത്ര ദോഷമുള്ള നാളുകാരാണ് എങ്കിലും അവരിലേക്ക് ഭാഗ്യം കൊണ്ടുവരാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് മുഖാന്തരം സാധിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. നാമജപം നടത്തിക്കൊണ്ടേയിരിക്കുക, ക്ഷേത്ര ദർശനം നടത്തിക്കൊണ്ടേയിരിക്കുക. 2025 നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് അടിവരയിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിത വിജയം തേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏറ്റവും അടുത്ത് തന്നെ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.